ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സാധാരണഗതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും മാത്രം കണ്ടുവരുന്ന രുദ്രാക്ഷമരം മുള്ളൂർക്കരയിൽ സമൃദ്ധമായി കായ്ക്കുന്നു. മുള്ളൂർക്കര സെന്ററിലെ ഗവൺമെന്റ് സ്കൂളിന് സമീപം താമസിക്കുന്ന നിർമാല്യം നാരായണ മേനോന്റെ വീട്ടുമുറ്റത്താണ് ഈ അപൂർവ കാഴ്ച. 8 വർഷം മുമ്പ് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന തൈകൾ സ്വന്തം മക്കളെപ്പോലെ പരിപാലിച്ചതിന്റെ ഫലമായി ഇപ്പോൾ കായകൾ യഥേഷ്ടം ലഭിക്കുന്ന സന്തോഷത്തിലാണ് ഈ കുടുംബം. പാതിരിക്കുന്നത്ത് വീട്ടിൽ നിർമാല്യം നാരായണമേനോന്റെയും സഹധർമ്മിണി നിർമ്മലയുടെയും 8 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ മനോഹരമായ രുദ്രാക്ഷക്കായകളായി വിളഞ്ഞു നിൽക്കുന്നത്. വയനാട്ടിലെ ബന്ധുവീട്ടിൽ നിന്നും കൊണ്ടുവന്ന 2 തൈകൾ 5 വർഷം മുമ്പാണ് ആദ്യമായി കായ്ച്ചു തുടങ്ങിയത്. എന്നാൽ ഈ വർഷമാണ് മരത്തിൽ സമൃദ്ധമായി കായകൾ ഉണ്ടായത്. കേരളത്തിലെ കാലാവസ്ഥയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഈ നേട്ടം വീടിന് ഐശ്വര്യമുണ്ടാക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. പഴുത്തു വീഴുന്ന കായകൾ ശേഖരിച്ച് വൃത്തിയാക്കി നല്ലെണ്ണയിൽ ഇട്ട് സൂക്ഷിക്കുകയാണ് ഇപ്പോൾ. ഇതിനോടകം തന്നെ നിരവധി ക്ഷേത്രങ്ങൾക്കും ബന്ധുക്കൾക്കും തങ്ങൾ ശേഖരിച്ച രുദ്രാക്ഷങ്ങൾ ഇവർ നൽകി കഴിഞ്ഞു. ബോംബെയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന നാരായണ മേനോൻ പരിമിതമായ സ്ഥലത്തും വിവിധ തരം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കഠിനാധ്വാനവും സ്നേഹവും നൽകിയാൽ ഹിമാലയൻ സസ്യങ്ങളും നമ്മുടെ മണ്ണിൽ വളരുമെന്ന് തെളിയിക്കുകയാണ് ഈ ദമ്പതികൾ. അപ്പോൾ പിന്നെ പിടിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാലും വെച്ച് ട്രയൽ ചെയ്തു. പിന്നെ അത് ഭംഗിയായിട്ട് വളരാൻ തുടങ്ങി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പൂത്തു. കായ്ച്ചുകാർ 8-10 കായ കിട്ടി ആ കൊല്ലം. 2ാമത്തെ കൊല്ലത്തിന് അതിനോട് കൂടുതൽ കിട്ടി. ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. 250-300 ബീഡ്സ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. നമ്മൾ കേട്ടിട്ട് നേപ്പാളിലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഹരിദ്വാറിലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മുള്ളൂർക്കരയിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായി. അല്ല, ഇതിന് പരിപാടിയൊന്നുമില്ല. വീട്ടിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും. ചാണകപ്പൊടി ഇടും മഴക്കാലത്ത്. വേറെ ഒന്നുമില്ല. പിന്നെ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചിട്ട് മരം ഉണങ്ങാൻ്റെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ നോക്കും. അത്രയും. You are watching VCV News.